ഒരു ചെറിയ മുറിയിലിരുന്ന് 15, 16, 17 മണിക്കൂർ കുത്തിയിരുന്ന് ഭക്ഷണമോ വെള്ളമോ ഉറക്കവും ഇല്ലാതെ പഠിക്കുന്ന കുട്ടികളുണ്ട്. തെരുവിൽ കിടക്കുന്ന നായയുടെ വില കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇവിടെ വെറും 30,000 രൂപയ്ക്ക് മാന്യതയുടെ മുഖം മൂടിയിട്ട് ഒരു ചെന്നായ വിറ്റത് പേപ്പറൊന്നുമല്ല. 23 ലക്ഷം കുട്ടികളുടെ ജീവിതവും പ്രതീക്ഷയാണ് വിറ്റ് തുളച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവിടെ കിടന്ന് തല്ലുകൊള്ളുന്നത് നീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ നീറ്റിന് വേണ്ടിയല്ല. 2013 സ്റ്റാർട്ട് ചെയ്ത ഈ നീറ്റ് എന്ന സർക്കാരിൻ്റെ കലാപരിപാടി ചോരാൻ തുടങ്ങിയത് 2026 2015 മുതൽ അതിന് ചോർച്ചുകൊണ്ട് ഇതിനൊരു അവസാനം വേണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടികളിൽ നിന്ന് മുദ്ര കുത്തുന്നവരടക്കം ആ പാർലമെൻറ്റ് കയറി പൊതിയുന്നത്. അവരെ നശിപ്പിക്കാൻ പറ്റത്തില്ല. തല്ലിക്കൊല്ലേണ്ട ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പോലും നശിക്കാത്ത വംശത്തിൽപ്പെട്ടതാണ്. കാണും പോലെ അത്ര നിസ്സാരക്കാരുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തമായിട്ട് നിലപാടില്ലാത്ത നമ്മുടെ മുകളിലിരിക്കുന്ന ചായക്കടക്കാരനായ ഒരു നേതാവും അവരുടെ താഴെ ഇരിക്കുന്ന അതിലും തരം താഴ്ന്ന നേതാക്കളും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടം മനുഷ്യത്വത്തിനോടാണ്, അല്ലാതെ മനുഷ്യ ഇറച്ചിയോടല്ല. നമ്മൾ പോരാടേണ്ടത് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഇതിനിടയിൽ റിലീജിയസും പൊളിറ്റിക്സും കൊണ്ട് കുത്തിക്കയറ്റുന്നവരുണ്ട്. അതിൻ്റെ ഇടയിൽ അവർക്ക് അതിന് ബെനിഫിറ്റ് ആക്കാൻ വരുന്നവരും ഉണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം മാറി നിൽക്കുക. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റവും കുട്ടികളും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് വേണ്ടി എന്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നു. പറ്റുവാണ് നിങ്ങളൊരു പെറ്റീഷൻ കയറി കൊടുക്കുക, സൈൻ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതേപോലെ ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക.